ഇതിനോടൊക്കെ തന്നെ ഒരുപാട് നല്ല ബുക്ക് അഡാപ്റ്റേഷൻസ് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. പഴയ ചെമ്മീനും മുതലുകളും മാത്രമല്ല, ഒരുപാട് നല്ല ബുക്സ് ആൻഡ് നോവൽസ് ഇതുപോലെ നല്ല നല്ല മലയാള ചിത്രങ്ങളായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ആടുജീവിതം സിനിമയാകുമ്പോൾ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സെലിബ്രേറ്റഡ് ബുക്ക് ഇൻ മലയാളം ഹിസ്റ്ററി ഇൻ ദ റീസെന്റ് ഇയേഴ്സ്. കഴിഞ്ഞൊരു 10-20 വർഷത്തിനുള്ളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മലയാളികൾ വായിച്ചിട്ടുള്ള ബുക്ക്, അത്രയധികം പതിപ്പുകൾ പുറത്തിറങ്ങിയിട്ടുള്ള ബുക്ക്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അത്ര ലേമൻ ലാംഗ്വേജിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഏതൊരു സാധാരണക്കാരനും വായിക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഫിക്ഷൻ ആണോ നോൺ ഫിക്ഷൻ ആണോ എന്നുപോലെ നമുക്ക് ചില നേരത്ത് തിരിച്ചറിയാൻ പറ്റാത്ത, എന്നാൽ ഇതൊരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വായിക്കുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്നിങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആടുജീവിതം നമുക്ക് കണക്ട് ആവാൻ, ഇത്രയധികം ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാനും. അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ വരുന്നത് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇപ്പോൾ ചില ബുക്കുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അത് ലിറ്ററലി വായിക്കാൻ നല്ല രസമുണ്ടാകും. പക്ഷേ സിനിമയായിട്ട് വരുമ്പോൾ എൻ്റെയറിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതിലങ്ങനെയല്ല. ഒരു സ്ക്രീൻ പ്ലേക്ക് വേണ്ട എല്ലാം തന്നെ ഇതിലുണ്ടായിരുന്നു. നമ്മളിപ്പോൾ വിഷ്വലി കാണുന്ന പോലെ ആയിരിക്കും നമുക്കിത് വായിക്കുമ്പോൾ ഫീൽ ചെയ്യുക. ആ രീതിയിൽ അത്രയധികം ലേമൻ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്ത് നമ്മളിപ്പോൾ ഈ സിനിമയുടെ ട്രെയിലറിൽ കണ്ട വിഷ്വൽസ് തന്നെയായിരിക്കും അറൗണ്ട് ഒരു 90% ആൾക്കാർക്കും കണക്ട് ആയിട്ടുണ്ടാവുക, നമ്മൾ മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇനി ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കുന്ന ബുക്ക് അഡാപ്റ്റേഷൻസിൽ വെച്ച് തന്നെ ഞാൻ ഏറെ അധികം പ്രതീക്ഷ വെക്കുന്നത് ഈ ഒരു ബുക്കിൻ്റെ അഡാപ്റ്റേഷനാണ്. ഇപ്പോൾ പണ്ട് ഒരു കാലത്തൊക്കെ രണ്ടാമൂഴത്തിൻ്റെ അഡാപ്റ്റേഷൻ വരുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമൂഴമൊക്കെ വായിക്കുമ്പോൾ നല്ല രസമാണ്. അതിൻ്റെ വരികൾക്കുള്ളിലൂടെ വായിച്ചു പോകാനൊക്കെയാണ് രസം. അതിപ്പോൾ സിനിമയായിട്ട് വരുമ്പോൾ ഇതൊന്നും തന്നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വേണം അതിന് സ്ക്രീൻ പ്ലേ ഒരുക്കാൻ. സോ വായിക്കുമുള്ള രസം ഒരു പക്ഷേ സിനിമ കാണുമ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ ആടുജീവിതത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മൾ വായിച്ചത്, അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിൽ കണ്ടത്, അത് തന്നെയായിട്ടാണ് ഒരു സിനിമയായിട്ട് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അത് തന്നെയാണ് നമ്മളിപ്പോൾ അതിൻ്റെ ട്രെയിലറിലും കണ്ടത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണക്റ്റ് ആവുന്ന, ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട് ആടുജീവിതം. ഇപ്പോൾ പൃഥ്വിരാജ് തന്നെ വെളിയത്ത് ബുദ്ധ എന്നൊരു സിനിമ വരുന്നുണ്ട്. അതൊരു ബുക്ക് അഡാപ്റ്റേഷൻ ആണ്. ആ ബുക്ക് നല്ല രസമാണ്. ഇതേപോലെ തന്നെ ഭയങ്കര ലേമൻ ആയിട്ടുള്ള ലാംഗ്വേജ് വെച്ച് എഴുതിയിട്ടുള്ളതാണ്. സോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് നല്ല കഥകൾ നമ്മുടെ കയ്യിലുണ്ട്. ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള നല്ല നല്ല ഒരുപാട് ബുക്സ് ആൻഡ് നോവൽസ് നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് അഡാപ്റ്റേഷൻസ് ഇനിയും വരണം. അതിനൊക്കെ ഒരു വലിയ ബൂസ്റ്റ് ആവട്ടെ ഇതെന്ന് തോന്നുന്നു. തന്നെ ഈ സിനിമ ഇറങ്ങുമ്പോഴുള്ള മറ്റൊരു വലിയ പ്രതീക്ഷകളിൽ ഒന്ന്, ഈ സിനിമ കാണുന്ന ഓഡിയൻസ് 2 വിഭാഗമാണ്. ഒന്ന് ഈ ബുക്ക് വായിച്ചിട്ടുള്ളവരും വായിക്കാത്തവർ കൂടി ഈ ഒരു ബുക്കിൻ്റെ ലോകത്തേക്ക് വരണം, അല്ലെങ്കിൽ വായനയുടെ ലോകത്തേക്ക് വരണം എന്നൊരു ചെറിയ തോട്ടും കൂടി ഈ ഒരു സിനിമ ഇറങ്ങുമുണ്ടെന്ന് പറയാം. കാരണം ഇത് ഇറങ്ങുന്ന ടൈം അത് വളരെയധികം റെലവൻ്റ് ആണ്. കാരണം ബുക്ക് റീഡിങ് കമ്മ്യൂണിറ്റിക്ക് വളരെയധികം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന, ഇവിടെ ഒരു ബുക്ക് ഫെയറിന് പോയാൽ പോലും അവിടെ വന്ന് റീൽസ് എടുക്കാനാണ് ആൾക്കാർ പോകുന്നത്. അല്ലാണ്ട് ബുക്ക് വായിക്കാനായിട്ട് ആരും പോകുന്നില്ല. ജസ്റ്റ് അതെടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് അവിടെ വയ്ക്കും. പക്ഷേ അതിനകത്തുനിന്ന് തുറന്നു നോക്കിയാലാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുക എന്താണ്, അല്ലെങ്കിൽ വേറൊരു വേൾഡ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആനിമി കണ്ടു, അല്ലെങ്കിൽ ചില മാംഗാസ് വായിക്കുന്നു, അതൊരു വേറെ ഗ്രൂപ്പ്. ദെൻ അതിൻ്റെ ലൈവ് ആക്ഷൻ കാണുന്ന കുറേ പേരുണ്ട്. സോ ഈ ലൈവ് ആക്ഷൻ കാണുന്നവരോട് ഞാൻ പറയാറുള്ളത്, ഈ ലൈവ് ആക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആനിമി ഒന്ന് കണ്ടു നോക്കണം. ആ രീതിക്ക് തന്നെ ഈ സിനിമകൾ ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുക്കുകളും വായിച്ചു നോക്കണം. ഇപ്പോൾ പുറത്തുള്ള വലിയ നമ്മൾ കണ്ടിട്ടുള്ള പല TV ഷോസും പല സിനിമകളും ഇപ്പോൾ ഈ ഓസ്കാറിനടക്കം അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറിയേ ഉണ്ട്. സോ ഗെയിം ഓഫ് ത്രോൺസ് മുതലുള്ള പല സാധനങ്ങളും ഇതുപോലെ തന്നെ നല്ല നല്ല കുറേ ബുക്സിൻ്റെ നോവൽസിൻ്റെ ഒക്കെ അഡാപ്റ്റേഷൻസ് ആണ്. സോ നമ്മൾ ഈ കാണുന്ന സാധനം നമുക്ക് വായിക്കുമ്പോൾ കിട്ടുക. എനിക്ക് ഗെയിം ഓഫ് ത്രോൺസ് കണ്ടപ്പോൾ പോലെയുള്ള ഫീലല്ല എനിക്ക് വായിച്ചപ്പോൾ കിട്ടിയത്. കുറേയും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള, കുറേയും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള, കുറേയും കൂടി അതൊരു എൻ്റയർലി ഡിഫറെൻറ്റ് ഫീലാണ്. അത് വായിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവുള്ളൂ. സോ ഇത്തരത്തിലുള്ള സിനിമ വരുമ്പോൾ വായിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് അവരെ കുറ്റം പറയാനേ പറ്റില്ല. അത് അവരുടെ ഇഷ്ടം. ഇന്നത്തെ കാറ്റഗറി അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷൻ നമുക്ക് പറ്റില്ല, നമുക്ക് സമയമില്ല. നമ്മൾ ബാക്കി കുറേ സാധനങ്ങളോട്ട് ചുറ്റിപ്പെട്ട് നിൽക്കുകയാണ്. സോ ഈവൺ യൂട്യൂബ് തന്നെ പണ്ടൊരു 20 മിനിറ്റ് 30 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് പറയുന്ന യൂട്യൂബ് തന്നെ ഇപ്പോൾ നിങ്ങൾ ഷോർട്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ക്രിയേറ്റേഴ്സിനോട് തന്നെ പറയുന്ന സമയത്ത്, കാരണം കാണുന്ന ആൾക്കാർക്ക് അത്രയേ ഉള്ളൂ റിട്ടൻഷൻ അല്ലെങ്കിൽ റീറ്റെയിനിങ് എബിലിറ്റി. കാരണം ഇപ്പോൾ ഈവൺ ഒരു റീൽസ് തന്നെ 30 സെക്കൻഡിൻ്റെയോ 60 സെക്കൻഡിൻ്റെയോ റീൽസ് തന്നെ അതിൻ്റെ ആദ്യത്തെ 3 സെക്കൻഡിൽ ഹുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ പിന്നെ അത് പോയി അടുത്ത റീലിലേക്ക് അവർ പോകും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരുമ്പോൾ 3 സെക്കൻഡൊക്കെയാണ് റിട്ടൻഷൻ വാല്യൂ. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു 3-4 മണിക്കൂറുള്ള 100-300 പേജുകളുള്ള നോവലുകളൊക്കെ ഇരുന്ന് വായിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ്. ഈ സമയത്ത് ഒരുപാട് പേര് ഓഡിയോ ബുക്സിലേക്കൊക്കെ നീങ്ങുന്നുണ്ട്. ഇതിൻ്റെ ആഡൊന്നുമല്ല. സോ അവർക്ക് ടൈമില്ല എന്നതാണ് കാണുന്നത്. അതിൻ്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് നമുക്ക് കാണാം ഈവൺ ആൾക്കാർക്ക് ഇരുന്ന് ബുക്ക് വായിക്കാനുള്ള ടൈം പോലും ഇല്ല. ജസ്റ്റ് കേട്ടിട്ടെങ്കിലും അത് വായിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല നല്ല അഡാപ്റ്റേഷൻസ് ഇനിയും ഒരുപാട് വരണം. ഇതിലൊരു നല്ല തുടക്കമാവണം. ആൻഡ് ഈ സിനിമയെ സംബന്ധിച്ച് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന മറ്റൊരു ഘടകങ്ങളിൽ ഒന്ന് ഇതിൻ്റെ റൈറ്റർ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് സിനിമകളിലോ അല്ലെങ്കിൽ ഒരുപാട് അഡാപ്റ്റേഷൻസിലൊക്കെ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ അതാണ്. കാരണം റൈറ്റർ കണ്ടിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്, അതായിരിക്കില്ല സിനിമയിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ റീഡേഴ്സിനും ഈ ഒരു പറയുന്ന വ്യൂവേഴ്സിനും ഒരുപാട് വ്യത്യാസങ്ങൾ വരും. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. റൈറ്ററായ ബെന്യാമിൻ ഡയറക്റ്റ്ലി ഈ സിനിമയിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം
എന്താണ് ഇന്റന്റ് ചെയ്തിട്ടുള്ളത് അത് തന്നെ പ്രേക്ഷകർക്ക് വിഷ്വലി കണക്ട് ആവാൻ ഒരുപാട് സഹായിക്കും എന്നുള്ളത് തീർച്ചയാണ്. അത് പറയാൻ കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അത് കണക്ട് ചെയ്യുന്ന വിധം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഈവൻ തമിഴിൽ തന്നെയുള്ള മരിയാനന്ദ് ചിത്രമുണ്ട്, ധനുഷ് ചിത്രം, പഴയ 2013 പുറത്തിറങ്ങിയ സിനിമ. അത് ഒരുപാട് പേർക്ക് കണക്ട് ആയിട്ടില്ല. ഒരുപാട് പേസിംഗിൽ ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ ഇമോഷൻസ് പ്രോപ്പറായിട്ട് കണക്ട് ആവാത്തത് കൊണ്ടാണ് ആ സിനിമ ഒരു വലിയ സക്സസിലേക്ക് നീങ്ങാതിരുന്നത്. ഏകദേശം അതേ പ്ലോട്ടിനോട് സിമിലർ ആണ് ഈ ഒരു ചിത്രം. പക്ഷേ അതല്ല ഇത്. ഇനി ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആടുജീവിതം വായിക്കുന്നവർക്ക് പല സമയത്തും വിഷ്വലി ആ കാര്യങ്ങളും ആ ടെറൈനൊക്കെ ആയിരിക്കും ഓർമ്മ വന്നിട്ടുണ്ടാവുക. ചിലവർക്ക് നേരെ തിരിച്ചു. പക്ഷെ ആ ഒരു കണക്ഷൻ ഇപ്പൊ ആടുജീവിതത്തിലെ റൈറ്റർ ഇൻവോൾവ് ആകുമ്പോൾ തീർച്ചയായിട്ടും മാറിയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ദെൻ മറ്റൊന്ന് ഇതിന്റെ കാഴ്ചക്കാരിലെ വ്യത്യാസങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വിഭാഗം റീഡേഴ്സും ഒരു വിഭാഗം നോൺ റീഡേഴ്സും ആണ്. സോ ബുക്ക് വായിച്ചവരും വായിക്കാത്തവർക്കും ഇത് എങ്ങനെ കണക്ട് ആവും എന്നുള്ളതുണ്ട്. ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലറും ടീസറൊക്കെ ഇറങ്ങിയ സമയത്ത് അതിൽ കാണുന്ന പല വിഷ്വൽസും അല്ലെങ്കിൽ ഓരോ ഫ്രെയിമും വായിച്ചവർക്ക് പെട്ടെന്നധികം കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് ഒരു പക്ഷേ ഒരു നല്ല സർവൈവൽ ത്രില്ലർ അല്ലെങ്കിൽ ഒരു സർവൈവൽ ഡ്രാമ കാണാൻ പോകുന്ന ഒരു ഫീലായിരിക്കും ഉണ്ടാവും. പക്ഷേ വായിച്ചവർക്ക് അതിൽ ഓരോ ഫ്രെയിമും ആ ഒരു ഫ്രെയിമിൽ അനുഭവിക്കുന്ന അതിന് മുമ്പും അതിന് ശേഷവും നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണക്ട് ആവുന്നത് കൊണ്ട് ഒരു പക്ഷേ സിനിമയുടെ ആ ഒരു എൻ്റയർ ഫീല് തന്നെ മാറും. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് എങ്ങനെ പോയാലും 2 ഓഡിയൻസ് ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്, 2 അഭിപ്രായം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇതിൽ ചലഞ്ച് ഉള്ളത് എങ്ങനെ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ നോൺ റീഡേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യണം, റീഡേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യണം. അതെങ്ങനെയാണ് സിനിമയിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു ഡിബേറ്റ് മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ തമിഴിൽ കഴിഞ്ഞ വർഷമൊക്കെ പുറത്തിറങ്ങിയ പൊന്നിയിൻ സെൽവനൊക്കെ ഇറങ്ങിയ സമയത്ത് ഇതുപോലെ റീഡേഴ്സും നോൺ റീഡേഴ്സും തമ്മിലുള്ള ഒരുപാട് വലിയ അന്തരം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ റീഡേഴ്സിനൊന്നും ഒരു തരത്തിൽ ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പല ചർച്ചകളും വന്നിരുന്നു. അങ്ങനെയൊക്കെ ആടുജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. പക്ഷെ അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റർ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവുന്നത് കൊണ്ട്. then ആദ്യം അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു ഈ സിനിമയുടെ റൺ ടൈം വളരെ കുറവാണ്, ഒരു 2 മണിക്കൂറിന് താഴെ 1.5 മണിക്കൂറുള്ളതെന്നൊക്കെ. പക്ഷേ ആ ഒരു ടൈമിലൊന്നും ഒരു സിനിമ ഒരു തരത്തിലും കണക്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും വലിയ കഥ, അത്രയും വലിയ ആ ഒരു ഇമോഷണൽ ട്രാക്ക് പ്രോപ്പർലി പ്രേക്ഷകർക്ക് കണക്ട് ആവണമെങ്കിൽ കുറച്ച് റൺ ടൈം കൂടുതൽ വേണം. പക്ഷേ പിന്നീട് അറിഞ്ഞു ഇതിന് അറൗണ്ട് ഒരു 3 മണിക്കൂർ റൺ ടൈം ഉണ്ട്. എൻ്റെ അതിപ്പോൾ എത്ര ടൈം എടുത്താലും കുഴപ്പമില്ല, പ്രോപ്പറായിട്ട് നമുക്ക് കണക്ട് ആയാൽ മതി. ആൻഡ് ഈ സിനിമയുടെ ട്രെയിലർ വളരെയധികം പ്രോമിസിംഗ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഓരോ കീ വിഷ്വൽസും കീ ഫ്രെയിംസും ഇരുന്ന് പണിയെടുത്തിട്ട് മെനക്കെട്ട് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. അതേ ഫീൽ തന്നെ എൻ്റയർ സിനിമയിൽ ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഇതിന്റെ ക്രൂ, ഇതിന്റെ കാസ്റ്റ് ചെയ്തിട്ടുള്ള വർക്ക്, അവര് കഷ്ടപ്പെട്ടിട്ടുള്ള കഷ്ടപ്പാടുകളൊക്കെ തന്നെ 1-2 10-14 വർഷം എടുത്തിട്ടാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. ഒരു പീക്ക് ടൈമിൽ ഉണ്ടായിരുന്ന ഡയറക്ടർ തന്റെ എല്ലാം വിട്ടിട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഫുൾ ഓൺ ഡെഡിക്കേഷനിൽ ഇറങ്ങിത്തിരിക്കുക, അതിന്റെ ക്രൂ ഇറങ്ങിത്തിരിക്കുക. കോവിഡ് ടൈമിൽ ഇവരവിടെ സ്റ്റക്ക് ആവും. ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസും ഒരുപാട് പ്രൊഡക്ഷൻ ഡിഫിക്കൽട്ടീസും അനുഭവിക്കേണ്ടി വന്നിട്ടൊരു സിനിമയാണ്. പക്ഷെ ഇതിലെല്ലാം ചെയ്ത് ഇവരൊരു നല്ല ഔട്ട്പുട്ട് തന്നെ കൊണ്ടുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷയുണ്ട്. ദെൻ പൃഥ്വിരാജ് എന്നൊരു ആക്ടർ അദ്ദേഹം ചെയ്തിട്ടുള്ള ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇതിനു മുമ്പ് പല ആക്ടേഴ്സും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇപ്പോൾ വിക്രം, ഇവിടെ അമീർ ഖാനൊക്കെ ഇതുപോലെ ഒരുപാട് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ പല സിനിമകളൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ പുറത്താണെങ്കിൽ ഇപ്പോൾ സ്ഥിരം ഇത്തരത്തിലുള്ള ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാറുള്ള ആൾക്കാരാണ് ക്രിസ്ത്യൻ ബെയിലും, മാത്യു മക്കനഹെ, ജാരഡ് ലെറ്റോ, വാക്കിൻ ഫീനിക്സ്, ജയ് ഗിലിഹാൽ തുടങ്ങിയവരൊക്കെ. സോ ആളെടുത്തിട്ടുള്ള പ്രയത്നങ്ങളും അധ്വാനങ്ങളൊക്കെ തന്നെ വെറുതെ ആവില്ല എന്നുള്ളത് തീർച്ചയാണ്. ആൻഡ് ഈ സിനിമയുടെ ട്രെയിലറും ടീസറും ഇറങ്ങിയ സമയത്ത് തന്നെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ് ഇതൊരു അവാർഡ് വിന്നിംഗ് മൂവി ആയിരിക്കും എന്നുള്ളത്. അവാർഡ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചൊരു നാഷണൽ അവാർഡ് അതൊന്നും വേണ്ട. നാഷണൽ അവാർഡൊക്കെ നമുക്ക് ഇതിനാണ്. ഇതൊരു ഓസ്കാർ ലെവലിലേക്ക് പോകണം. നല്ല സിനിമയായിട്ട് ഇതൊരു ഓസ്കാർ ലെവലിലേക്ക്, ഒരു ഓസ്കാർ നോമിനേഷനൊക്കെ ഈ സിനിമയ്ക്ക് കിട്ടണം എന്നൊക്കെ ഉണ്ട്. മലയാളത്തിൽ നിന്നും ഇന്നത്തെ കാലത്ത് ഒരു ഓസ്കാർ നോമിനേറ്റഡ് ഫിലിം വരുമ്പോൾ അത് മലയാള സിനിമയുടെ സീൻ മാറ്റും, വേറെ ലെവലിലേക്ക് സീൻ മാറ്റും. പക്ഷെ നാഷണൽ അവാർഡും നമുക്ക് വേണ്ട. അത് വല്ല കുറപ്പടത്തിനോ വല്ല അക്ഷയ് കുമാറിൻ്റെ പടത്തിനോ അജയ് ദേവ്ഗണിൻ്റെ പടത്തിനൊക്കെ കൊടുത്തോട്ടെ, അത് നമുക്ക് ആവശ്യമില്ല. അവർ എന്തോ കാണിക്കട്ടെ. വി എയിം ഫോർ ഓസ്കാർ. സോ വലിയൊരു ഔട്ട്പുട്ട്, അത് വളരെ നല്ലൊരു ഔട്ടായിട്ട് വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ മികച്ചൊരു നോവലിൻ്റെ വളരെ മികച്ചൊരു അഡാപ്റ്റേഷനാണ് അതിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇതേപോലെ തന്നെയുള്ള ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.